നമസ്തേ. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത. ഇത് നിങ്ങളിൽ എത്ര പേർ കണ്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഈ വാർത്ത വന്നിരിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പാലക്കാട് എഡിഷനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വാർത്തയിൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: 4 ദിവസത്തെ മെനക്കേടാണ് സർ, സാധനം തിരിച്ചു തരണം. ഇത് കുറ്റവാളികൾ പറയുന്നത് എന്ന് കണക്കിലെടുത്താലും തരമില്ല. കുറ്റവാളികൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ പ്രായമാണ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പയ്യന്മാരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ലഹരി വിരുദ്ധ ദിനം നടക്കുന്നതിന്റെ തലേ ദിവസം മീനാക്ഷിപുരത്ത് സംഭവിച്ചതാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വളരെ സംശയകരമായിട്ട് നിന്ന 10ാം ക്ലാസ്സുകാരന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് പിടികൂടിയത് 2 കിലോഗ്രാം കഞ്ചാവാണ്. ഈ വാർത്ത അവിടെയും കൊണ്ട് നിൽക്കുന്നില്ല. 10ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നാണ് ഇത് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന +2 വിദ്യാർത്ഥികളായ 2 പേരുടെ ബാഗിൽ ഉണ്ടായിരുന്നത്, അതായത് 17 വയസ്സുകാരുടെ ബാഗിൽ ഉണ്ടായിരുന്നത് 1.5 കിലോഗ്രാം കഞ്ചാവ്. അപ്പോ മൊത്തം എത്ര കിലോഗ്രാം എന്നുള്ളതിനേക്കാൾ ഉപരി +1 പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ബാഗിൽ നിന്ന് ഇത്രയും കഞ്ചാവ് പിടികൂടി എന്നുള്ളതിലാണ്. ഒരു തരിയാണെങ്കിലും പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവരുടെ ബാഗിൽ വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇത് കണ്ടെടുക്കുമ്പോ തന്നെ പോലീസ് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാണിത് നിങ്ങൾക്ക്? അവന് നിസ്സംശയമാണ് പറയുന്നത്, വിൽക്കാൻ. വിൽക്കാനല്ലാതെ പിന്നെ മറ്റെന്തിനാണ് എന്നുള്ളത് തിരിച്ചുള്ള ചോദ്യം പോലെയാണ് പോലീസിനോട് ചോദിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അവിടെയാണ് ഇതിന്റെ ഒരു ക്രക്സ് ഇരിക്കുന്നത്. ഇത് ഒഡീഷയിൽ പോയിട്ട് ട്രെയിനിൽ ഒഡീഷയിൽ പോയി വാങ്ങിയതാണ്. അതാണ് 4 ദിവസത്തെ മെനക്കേടാണ് എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ കസ്റ്റഡിയിൽ എടുത്തപ്പോ പറഞ്ഞ കുട്ടികളിൽ ഒരാള് പറഞ്ഞ കാര്യമാണ്, 4 ദിവസത്തെ മെനക്കേടാണ് സർ, ഈ സാധനം ഞങ്ങൾക്ക് തിരിച്ചു തരണം. അത് ഒഡീഷയിൽ പോയിട്ട് ഇവരെ ആരാണ് കഞ്ചാവ് എടുക്കാൻ സഹായിച്ചത്? ഒരു 19 വയസ്സുകാരനാണ്. ഈ 4 പേർക്കും പരസ്പരം പരിചയവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു സംഭവത്തിന്റെ ഗ്രാവിറ്റി എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാണ്, സ്വാഭാവികം. ഇപ്പൊ എല്ലാ പരിചയപ്പെടലുകളും പ്രണയവും വിവാഹവും തൊഴുത്തിക്കുത്തും എല്ലാം നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. അപ്പൊ ഇതും സോഷ്യൽ മീഡിയ വഴിയാണ് നടന്നത് എന്നാണ് പറയുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഒഡീഷക്കാരൻ, ആ ഒഡീഷക്കാരനുമായിട്ട് 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി സൗഹൃദത്തിലാവുന്നു. അപ്പൊ പണ്ട് കേരളത്തിലായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒഡീഷ സ്വദേശിക്ക് മലയാളം നന്നായിട്ട് തന്നെ അറിയാം. അപ്പൊ ഒഡീഷ സ്വദേശിയുടെ ഫ്രണ്ട് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ തുര തുര എന്ന് പറഞ്ഞ രീതിയിലാണ്. അത്രമേൽ മലയാളികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവര് ചാറ്റ് ചെയ്യുമ്പോൾ ഈ കഞ്ചാവിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഒഡീഷയില് വളരെ വിലക്കുറവിൽ കഞ്ചാവ് കിട്ടുമെന്ന് അറിയുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പിരായിരി, നെന്മാറ സ്വദേശികളായ 2 +2 വിദ്യാർത്ഥികളെയും 19 വയസ്സുകാരനെയും കുട്ടി പരിചയപ്പെടുന്നു. പിന്നീടാണ് ഇവര് ഒരുമിച്ച് പോയിട്ട് കഞ്ചാവ് വാങ്ങാൻ തീരുമാനിക്കുന്നതും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കൂട്ടുകാരന്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പോകുന്നത് എന്നാണ് പറയുന്നത്. 19 വയസ്സുകാരനെയും കൂട്ടിയിട്ട് ഈ കുട്ടി കോയമ്പത്തൂരിൽ എത്തുന്നു. അവിടെ നിന്ന് ട്രെയിനില് ഒഡീഷയിലേക്ക് പോകുന്നു. കഞ്ചാവ് വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് പോലും. അപ്പൊ പ്രായപൂർത്തിയാകാത്തവരെയൊക്കെ ജുവനൈൽ ഹോമിലേക്കും 19 വയസ്സുകാരനെ ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ഇത് മാറ്റിയത് കൊണ്ടല്ല, നമ്മുടെ മക്കൾ നോക്കൂ, കൂട്ടുകാരന്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ട് തന്നെയാണോ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കണ്ടേ? അത് അന്വേഷിക്കണ്ടേ? നമ്മുടെ മക്കള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് അറിയണ്ടേ? ഇനി മാതാപിതാക്കൾ അതറിയാൻ വരുമ്പോൾ ചില സ്വാതന്ത്ര്യവാദികളുണ്ട്. അവര് പറയും, അങ്ങനെ പ്രൈവസിയിൽ കയറി കൈകടത്തരുത്. മക്കളെ വളർത്തുന്നവർക്ക് ചിലപ്പോൾ അതിൽ കൈകടത്തലുകൾ വേണ്ടി വരും. ഈ പ്രായം എന്ന് പറയുന്നത് പിടിവിട്ട പോലെ പോകുന്നതാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവർ എന്തെങ്കിലും ഗുലുമാലുകളിൽ പോയി പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. ഇത് കാര്യം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കളും മക്കളും കൂടെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ വിഷമിക്കുന്നു. ആ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാകുന്നു. അച്ഛനമ്മമാരുടെ വിഷമം വേറെ, നാട്ടുകാരുടെ പരിഹാസം വേറെ. ഇങ്ങനെ ഇതിന്റെ ഒരു ഗ്രാവിറ്റി കൂടിയാണ് വരുന്നത്. മകൻ കൂട്ടുകാരനെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വിളിച്ചു ചോദ്യമില്ല, അവിടുത്തെ അച്ഛനമ്മേനെ വിളിച്ചു ചോദ്യമില്ല, ഒന്നുമില്ല. നീ പോവാണോ, എന്നാ പോയിക്കോ. ഇനി ഇവർ വീട്ടിൽ അടികൂടിയിട്ടാണോ പോകുന്നത്, നമുക്കറിയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് വന്ന ഒരു ഒഡീഷക്കാരനെ പരിചയപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ അവന്റെ കാര്യവും. ഈ ഒഡീഷക്കാരൻ നമ്മുടെ നാട്ടിൽ വന്ന് വേലയെടുക്കുന്നു, ഭാഷ പഠിക്കുന്നു, എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ മേൽ കഞ്ചാവ് വിൽപ്പനയും കൂടി അടിച്ചേൽപ്പിക്കുകയല്ല, ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൈസ കിട്ടും, പോക്കറ്റ് മണി ആക്കാം, ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പൈസയൊക്കെ എടുത്ത് ചെലവാക്കാൻ തോന്നുന്ന ഒരു പ്രായം, പിടിവിട്ട പ്രായം. അങ്ങനെ അവരെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇത്തരത്തിലുള്ള വിൽപ്പനക്കാരുടെ, ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ തലയിൽ ഉണ്ടാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ഇത് അച്ഛനമ്മമാർക്ക് ശ്രദ്ധിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ട് എന്ന് പറയാമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇവരിലേക്കൊക്കെ എത്തുന്നതാണ്. ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, ഇത് വിറ്റാൽ എന്ത് സംഭവിക്കും, എത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരും, ഇതൊക്കെ ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അറിയില്ല എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് എല്ലാ കാര്യങ്ങളും ഈ ഫിംഗർ ടിപ്പിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ കഞ്ചാവ് എന്തിനാന്ന് പോലീസ് ചോദിക്കുമ്പോ തന്നെ പറയുന്നുണ്ടല്ലോ, വിൽക്കാനാണെന്ന്. അപ്പൊ വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ഗ്രാവിറ്റി എന്താണ്, അത് എന്ത് സാധനമാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ നിയമവിരുദ്ധമായാലും പണം കിട്ടണം, അടിച്ചു പൊളിക്ക് പണം കിട്ടണം എന്നുള്ളതിലേക്കാണോ മൈൻഡ് പോയിട്ടുള്ളത്? ഇതിനെല്ലാം ഒരു പരിധിക്കപ്പുറം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടോ? എല്ലാവരെയും അത്തരത്തിൽ ബാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിഭാഗവും അത് സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10ാം ക്ലാസ്സുകാരൻ, 11ാം ക്ലാസ്സുകാരൻ, ഈ പ്രായത്തിലൊക്കെ പണ്ട് നമ്മൾ ഇങ്ങനെ ഇടക്കെങ്കിലും ആലോചിക്കും, ഈ പ്രായത്തിൽ നമുക്കിത് എന്തറിഞ്ഞിട്ടായിരുന്നു, ഇത്രയൊക്കെ നമുക്കറിയാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. പിള്ളേരുടെ ബുദ്ധിയല്ല, അവരെ ഒരു വാണം വിട്ട നിലയിലേക്ക് അവരുടെ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം, പിന്നെ ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നത്, സ്കൂളിൽ മാർക്ക് വാങ്ങാത്തതിന് വീട്ടിൽ നിന്ന് അടി കിട്ടുന്നത് എന്തിനാണ്? ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കാര്യങ്ങളും ഒക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുമ്പോൾ അവിടെ കുട്ടികളുടെ മനസ്സറിയാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ? ടീച്ചേഴ്സ് വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു എന്നതിനപ്പുറം ഇപ്പൊ എത്ര ടീച്ചർമാർക്ക് ഈ കുട്ടികളുമായി അടുത്തിടപഴകാനും അവരുടെ മാനസിക വ്യാപാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും കഴിയും? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തിന് ടീച്ചേഴ്സിനെ പറയണം? സ്വന്തം മക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാനോ ചിന്തിക്കാനോ തരമില്ലാത്ത മാതാപിതാക്കളുണ്ട്. എന്ത് പറഞ്ഞാലും മാതാപിതാക്കളെ പറയുന്നു എന്ന് പറയുമ്പോൾ ചില മാതാപിതാക്കൾ ശരിയാണ്, 24/7 ഓട്ടമായിരിക്കും, അത്രമേൽ ബുദ്ധിമുട്ടി ജീവിക്കുന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പിടിവിട്ടു പോകുന്ന ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആരൊക്കെ ആയിട്ടുള്ള ചങ്ങാത്തമുണ്ട്. പല കുട്ടികളും ചില ചങ്ങാത്തത്തിന്മേലാണ് ചെന്ന് പെട്ട് ജീവിതം തുലഞ്ഞു പോകുന്നത്. അപ്പൊ അത് അതിന് വടിയും കൊടുവാളും എടുത്തുകൊണ്ട് നീ അത് അങ്ങനെ പറഞ്ഞാൽ കേക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേര് പോയി പണി നോക്കാൻ പറയും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പറയും നമ്മുടെ സ്കൂൾ പരിസരങ്ങളില്, കോളേജ് പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ളത്.
പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ലഹരി എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഈ മീനാക്ഷിപുരത്ത് നടന്നിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഇവരെ വരുമ്പോഴുണ്ടാവുന്ന ഒരു ട്രോമയുണ്ട്. കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ, ഇവരെല്ലാം ഏത് കണ്ണോടുകൂടി ഇവരെ കാണുമെന്നുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു നിമിഷത്തിന്റെ ഒരു അബദ്ധത്തിൽ ചെയ്തു പോയതായിരിക്കും. പക്ഷെ അതിന്റെ ഒരു അതിന്റെ ഒരു ബാക്കി പത്രം അനുഭവിക്കേണ്ടി വരുന്നത് ലൈഫിൽ ഉടനീളമായിരിക്കും. ഒരുപക്ഷെ ഇത് മറന്ന് പോയി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ, തെറ്റ് തിരുത്തി അവർക്ക് വരാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. പക്ഷേ നമ്മുടെ ചുറ്റും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് സ്നേഹപ്പേരിട്ട് വിളിക്കുന്നതിലും കാര്യമില്ല. അവരും അല്ലാത്തവരും ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ട്. അതൊരു പക്ഷെ അവർക്ക് ഉപയോഗിക്കാനായിരിക്കില്ല, അവരെ കൊണ്ട് വിൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് ഈ സംഭവം അടിവരയിട്ട് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്.